നമ്മളിതേ ഞായറാഴ്ച പരിപാടികളൊക്കെ തുടങ്ങിയേക്കണ്ട. നമ്മൾ ഇന്നലെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലവ് ബേസിൻ്റെ കൂടെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. വെൽക്കം ബാക്ക് ടു 24 ട്രാവൽ. 24 ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ്. ഈ കൂട് അതിന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിളീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ളിൽ കുറച്ച് കമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടി കഴിഞ്ഞപ്പോൾ ഇരിക്കാനുള്ള സ്പേസും കുറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് അപ്പം അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് പപ്പായിട്ട് ഇത്, അതായത് മരത്തുമ്പോൾ തന്നെ പഴുത്തിറക്കണതാണ്. അപ്പോൾ ഇവരെല്ലാവരും കഴിച്ചിട്ടാ വയസ്സിൻ്റെ ചേച്ചി ചേട്ടനും കൊച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് പപ്പായ കിട്ടിയില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അവർ പച്ച പറിക്കാനുള്ള രീതിയിലാണ് നിന്നത്. അപ്പം പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല പഴുത്തത് ഒരു 3-4 കിട്ടി. നല്ല മധുരമെന്ന് പറഞ്ഞാൽ നല്ല മധുരം കേട്ടോ, അടിപൊളി. ഓക്കെ, അതും വലിയ പപ്പായ ഉണ്ടാവും. ഓക്കെ, ബിഗ് സൈസ്. ജ്യൂസ് തന്നെ ജ്യൂസ്. അടിപൊളി. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ കൂട്ടിലുണ്ടായിരുന്നതിനേക്കാളും വലിയൊരു ഊഞ്ഞാലിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കലങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കലങ്ങളാകെ 2 ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു 3 കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ആ അറ്റത്ത് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇവിടെ, പിന്നെ ഈ സൈഡിൽ. അപ്പോൾ ദേ റയാൻ വാ, അപ്പോൾ ചെയ്തേട്ടാ. അപ്പോൾ കിടന്ന് നന്നായിട്ട് ഓടി കളിക്കണൊക്കെ ഉണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ കമ്പാണിത് ഉണ്ട് പുതുതായിട്ട്. അപ്പോൾ ഇതുമൊക്കെ വന്ന് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും അതുമ്പോൾ തന്നെ ആയിക്കോളും. അപ്പോൾ അതായത് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കണ കണ്ടത്ത് ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അല്ല വാവ് പൈസ. അപ്പോൾ നമ്മൾ കഴിച്ച പപ്പായയുടെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വെച്ചു കൊടുക്കട്ടെ, വെച്ചിട്ട് കഴിക്കുമെന്ന് നോക്കാം. അപ്പം നമ്മളിത് അതിന് തെന്നയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തെന്ന വെച്ച് കൊടുത്തതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മൾ ഈ കപ്പങ്ങയുടെ വെച്ച് കൊടുക്കാണ്. പപ്പായയുടെ പീസ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം വെള്ളം കുടിക്കണം അതിൻ്റെ സൈഡിലേക്ക്. ഈ കളർ കണ്ടിട്ട് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. നമ്മളപ്പോൾ ഇതുപോലത്തെ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കൽ കുറവാണ്. അപ്പോൾ അതേ നമ്മൾ വെച്ചേക്കണ പാനയിൽ അത് പോകുന്നുണ്ട് കലത്തിലേക്കൊക്കെ ഓരോന്നോരോന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ഈ വലിയൊരു കൂടിലേക്ക് മാറ്റിയത് എല്ലാത്തിനെയും. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം അത് കഴിക്കണുണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഉറുമ്പ് കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാവും. യെല്ലോ ഭയങ്കര ഭംഗിയായിട്ടാ കാണാൻ. ശരിക്കും 2 യെല്ലോ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, പക്ഷേ അതിലൊരെണ്ണം ചത്തുപോയി. ഗൈസ്, അപ്പം നമ്മൾ കുറച്ച് നേരമായിട്ടാണ് കൂട്ടിൽ പപ്പായൊക്കെ വെച്ച് കൊടുത്തിട്ട് അത് കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ലവ് ബേഴ്സിനെ ആ കൂട്ടിലേക്കൊക്കെ മാറ്റണത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആ കൂട്ടിലേക്ക് ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൊണ്ടുവന്നതാണ്. അത് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മളത്. അത് ആ കൂട്ടിലേക്ക് ആക്കിയായിരുന്നു. അത് ആക്കി അതിൽ മുട്ടയ്ക്ക് ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഇതായി കഴിഞ്ഞപ്പോഴേക്കും അതിനെ പൂച്ച പിടിച്ചിട്ട് അത് 2 എണ്ണം അതുപോലെ തന്നെ ചത്തുപോയി. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നുള്ളൂ ആകെ. അത് ചത്തുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ പൂച്ച വന്ന് പിടിച്ച് ഭയങ്കര ശല്യമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ കുറേ ഇപ്പോൾ ഒരു 4-5 എണ്ണത്തോളം അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. നന്നായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളില്ലാത്ത സമയത്താണ്. അവർ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ മാത്രം വന്നിട്ട് അറ്റിങ്ങളെ അറ്റാക്ക് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ അതിനൊരു നിവൃത്തിയില്ല. അപ്പോൾ കുറച്ചുകൂടി കൂടൊന്ന് കുറച്ചുകൂടി ഹൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പിടിക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഈ പ്രാവശ്യവും നമ്മൾ കന്യാകുമാരിക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറച്ച് കൊണ്ടുവന്നതിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വലിയ കൂട്ടിലേക്ക് ആക്കിയത്. എത്ര നേരം അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു കൂട്ടി തന്നെയാണ് വെച്ചായിരുന്നത് 2 ദിവസത്തേക്ക്.
അപ്പോൾ ആ കൂട് ഒഴിവാക്കിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്, നമ്മൾ വേറെ മാറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഇനി നേരത്തെ വെച്ച ഫുഡ് എടുത്തിടണമെന്ന് നോക്കാം. അച്ഛൻ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ അവിടെ നിന്ന് കൊണ്ടുവന്നതിന് അവർ അവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കാറുണ്ടായിരുന്നില്ല, അതുപോലെ വെജിറ്റബിൾസ് ഒന്നും വെച്ച് കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന് വെച്ച് കൊടുക്കാറില്ല, അത് കഴിക്കേണ്ടതെന്ന് നോക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ ഒപ്പം തന്നെ അടുക്കളയിൽ നല്ല പരിപാടി നടക്കണം കേട്ടോ. എന്തോ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ, ബീഫ് ബിരിയാണി ആയിട്ടാന്ന് തോന്നുന്നു, പിന്നെ എഗ്ഗ് ഉണ്ടെന്ന് തോന്നുന്നു. എഗ്ഗ് റൈസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ മതിയല്ലോ എഗ്ഗിനായാലും. നമുക്ക് നോക്കാം ഗൈസ്. അപ്പം നമ്മളിത് വെച്ച് കൊടുത്തേക്കണ ഫ്രൂട്ട്സ് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല കേട്ടോ ഇവർ. അപ്പോൾ ജസ്റ്റ് മാറ്റേണ്ടി വരും എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വന്ന് നോക്കേണ്ടി വരും കഴിച്ചിട്ടുണ്ട് ഇല്ലേ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാലത്ത് വെള്ളവും പിന്നെ അതുപോലെ തന്നെ നമ്മളിത് വെച്ച് കൊടുത്തേക്കണ ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടായിരിക്കാം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കഴിക്കണുണ്ടോ ഇല്ല എന്നുള്ളത്. ഇവർക്ക് വീഡിയോ ഭയങ്കര ഇഷ്ടമാകുന്നു കേട്ടോ. വീഡിയോ എടുക്കണൊക്കെ അവിടെ അടുത്തടുത്ത് നിൽക്കും. നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഒക്കെ എല്ലാവരും ആ സൈഡിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പം അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ദിവസം ഇതൊരു 1 കിലോന് 28 രൂപ കൊടുത്ത് നമ്മൾ മേടിച്ചാണ്ട് സാധനം. വാട്ടർമെലാണ് കിരൺ എന്ന് പറഞ്ഞ പേര്. അപ്പോൾ ഈ സാധനം മേടിച്ചിട്ട് ഇതേ മൂത്തിട്ടും കൂടി ഇല്ലേ സാധനം. മൂത്തതാണ്, നല്ല അടിപൊളി സാധനമാണ്, മധുരമൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നതാണ്. പക്ഷേ ഇത് നോക്കി ഈ അവസ്ഥയാണ്. ഇനി കിച്ചണിൽ നിന്നിട്ട് പരിപാടി നോക്കട്ടെ. എന്താണ് ആ ഇത് എന്ത് പറ്റിയാവോ? ഇത് ഞാൻ എടുത്ത് കഴിഞ്ഞപ്പോൾ വലിയ ഇതായിരുന്നല്ല, കറിയൊക്കെ മുടി തുറന്നിട്ട് കൊള്ളൂല്ലേ? അപ്പം എന്ത് ചെയ്യും? ഇതിലാണോ ബിരിയാണി വെക്കണേ? വെള്ളമൊക്കെ തിളക്കണ്ടല്ലോ. എന്നിട്ട് സാമ്പാറാണ് അത്, ബിരിയാണി സാമ്പാർ. ബിരിയാണി വെക്കണ സംഭവമില്ലേ, പാത്രമില്ലേ, ബിരിയാണി ചെമ്പ, എന്ത് സംഭവം അത് തന്നെ. അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഷീലയുടെ ചേട്ടൻ്റെ സ്പെഷ്യൽ. അതേ ബോണസ് പോയിന്റ് ഒരു മുട്ട. അപ്പം ബീഫ് ഉണ്ടാവും, ബീഫ് ബിരിയാണി. നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബീഫൊക്കെ ഉണ്ടാവും, ബീഫൊക്കെ നല്ല സോഫ്റ്റായി വെന്ത് ഉടന്ന്. ഓക്കെ. അപ്പം ബീഫ് കുറച്ച് ബീഫും ഇത് കൂടി എടുത്തിട്ട് പച്ചമുളക് കൂടി എടുത്തിട്ട് അത് വേണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. നമ്മുടെ ഉച്ചകാലത്ത് ആ ഫുഡ് കാര്യങ്ങളുണ്ടാകും. ചെറിയൊരു തട്ടിക്കൂട്ട് അറേഞ്ച്മെന്റ് ഉണ്ടാകും. ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരമായില്ല, ഇപ്പോൾ 2 മണി ആവാറായി. നമ്മൾ വൈകിയാണ് ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് ആരംഭിച്ചായിരുന്നു. ഞങ്ങൾ പുറത്തുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് 2 പ്രാവശ്യം കടയിലൊക്കെ പോയി. ഇപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഷെയ്ക്കൊക്കെ കുടിച്ചിട്ട് വീഴുന്നുള്ളൂ. ഷെയ്ക്കൊക്കെ കുടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിന്നെ കൈയൊക്കെ കഴിയിട്ട് അങ്ങനെ ഇരുന്ന് ചൂടാ, ചൂടുണ്ട്. ഇതൊക്കെ കഴിച്ച് തീർക്കട്ടാ. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അടുത്ത വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ.